ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പപ്പായയായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പപ്പായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും വീട്ടിലൊക്കെ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണല്ലേ പപ്പായ. ഞങ്ങളുടെ വീട്ടിൽ ഒരു മരം ഉണ്ട് പപ്പായയുടെ, പക്ഷേ അത് കുഞ്ഞു മരമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു 5-6 കൊണ്ടുവന്നതിൽ ഏറ്റവും മൂത്തത് നോക്കി ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് പഴിപ്പിച്ചെടുത്താണ് കേട്ടോ. അതായത് ഒത്തിരി പഴുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും അത്യാവശ്യം പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കാണുമ്പോൾ. അപ്പോൾ പപ്പായയായിട്ട് ഉള്ള വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാരേജൊക്കെ ആയിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഉള്ളിലേക്ക് കഴിക്കാനും പുറത്ത് തേക്കാനും പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ് കേട്ടോ പപ്പായ. പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായയുടെ തന്നെ ഒരുപാട് ഫേഷ്യലുകളും ഫേസ് പാക്കുകളും അല്ലെങ്കിൽ ഒത്തിരി സാധനങ്ങൾ കിട്ടും അല്ലേ. നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ പപ്പായ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ പപ്പായയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു പപ്പായ പഴുത്താണോ നമുക്ക് ആദ്യം നോക്കണം. അപ്പോൾ ഞാനിത് അങ്ങനെ കൊണ്ടൊന്ന് കഴുകി വൃത്തിയാക്കി മുറിപ്പിച്ച് പീസാക്കി കൊണ്ടുവരാം കേട്ടോ. ഗൈസ്, ഞാനിതാ പപ്പായ മുറിച്ചുകൊണ്ട് വന്നു. നമ്മൾ പഴുത്താണെന്നും പറഞ്ഞ് മുറിക്കാനായിട്ട് കൊണ്ടായി നമ്മുടെ പപ്പായ നമ്മൾ ചരിച്ചു കിട്ടാം. പപ്പായ വലുതായിട്ട് പഴുത്തിട്ടില്ല, പഴുത്ത് വന്നേ ഉള്ളൂ ഗൈസ്. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ മരത്തിൽ കിടന്ന് തന്നെ പഴുക്കുന്നതാണ് കേട്ടോ എടുക്കാനായിട്ട് അടിപൊളി. പഴുപ്പിക്കുന്നതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എന്തായാലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ ഇതിന് ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ്. സ്മെല്ല് വലിയ കുഴപ്പമില്ല, കഴിച്ചോട്ടെ. കുഴപ്പമില്ല, എന്നാലും നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന പഴുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. പഴുത്ത മഞ്ഞേ ഉള്ളൂ ഒന്നാമത്. ഞാനാണെങ്കിലുണ്ടല്ലോ കേസ്, ഞാനിത് നല്ല പഴുത്തായിരിക്കും വിചാരിച്ചാണ് എടുത്തോണ്ട് വന്നത്. പക്ഷേ എനിക്ക് നന്നായിട്ട് പഴുത്തിട്ടില്ല. എന്നാ ചെയ്യാനാ, പപ്പായ എന്നെ ചതിച്ചതാണോ എന്താണ്, എനിക്ക് എൻ്റെ ആക്രാന്തം കൊണ്ടിട്ട് ഞാൻ പഴുത്തുനിന്ന് കുറച്ച് ഭാഗം പഴുത്ത പോലെ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പഴുത്തിട്ടില്ല, എന്നാലും പഴുപ്പിച്ചാലും വലിയ ടേസ്റ്റ് കിട്ടും എന്ന് എനിക്ക് തോന്നിയില്ല. കാരണം മരത്തിൽ നിന്ന് പഴുപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായയെ പറ്റി പറയാം. പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പപ്പായയിൽ വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴത്തേനും ഉള്ളിലേക്ക് കഴിക്കുന്നതും നമ്മുടെ പുറമെ ചേഞ്ചസ് വരാനായിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ ഫേഷ്യൽ പപ്പായ ഫേഷ്യൽ ചെയ്തിട്ടുള്ളവർക്കറിയാം. പപ്പായ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പപ്പായ വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യണതും അടിപൊളിയാണ് കേട്ടോ. പപ്പായയിൽ ഇതുപോലത്തെ പപ്പായ അല്ല കേട്ടോ, നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് നല്ല പഴുത്ത പപ്പായ ഉണ്ടല്ലോ. നല്ല പഴുത്ത പപ്പായ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതായത് നല്ല പഴുത്ത പപ്പായ നമ്മൾ വൃത്തിയാക്കി പീസാക്കിയിട്ട് എന്താ ഇത്രയും ഉള്ളൊരു പീസാക്കി എടുക്കാം കേട്ടോ. ഇത്രയും പീസാക്കി എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂറോളം കുറഞ്ഞത് വെക്കണം കേട്ടോ. നമ്മൾ ഫ്രീസ് ചെയ്യുന്ന ഭാഗത്തല്ല, അല്ലാതെ നമ്മൾ താഴത്തെ ഇതിലൊക്കെ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഈ തണുപ്പിച്ചെടുത്ത പപ്പായയിലോട്ട് ഒരു 3-4 തുള്ളി നമ്മുടെ തേനുണ്ടല്ലോ, തേനൊഴിച്ച ശേഷം നിങ്ങൾ ഒരു 30 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ നമ്മുടെ മുഖവും കഴുത്തും നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പപ്പായ തേക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നല്ല ബ്രൈറ്റൺ ആവുന്നുണ്ട്. പിന്നെ പപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല ഈർപ്പമൊക്കെ നിലനിർത്തും, ജലാംശം നിലനിർത്താനായിട്ട് അടിപൊളിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പതിയെ നമ്മുടെ മുഖക്കുരു പോകാനും മുഖത്തെ ചുളിവുകൾ പോകാനും പാടുകൾ പോകാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം പപ്പായ നമ്മൾ അപ്പോൾ നമ്മുടെ മാരേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷീൽഡ് മാസ്കോ ഫേസ് മാസ്കുകളൊക്കെ യൂസ് ചെയ്യും അല്ലേ. അതായത് നമ്മൾ മേക്കപ്പിനൊക്കെ മുമ്പ് നമ്മൾ മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ തന്നെ സ്ക്രബ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മുഖത്ത് തേക്കാറുണ്ട് നമ്മൾ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഈ പപ്പായ. നമ്മൾ തലേ ദിവസം പീസാക്കി നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമ്മുടെ ഒരു ഉറക്കച്ചടവൊക്കെ പോകാനായിട്ടില്ല, മുഖം നല്ല ഫ്രഷ് ആയിട്ടിട്ടാണ്ട് പപ്പായായിട്ട് കുറച്ച് തേൻ ഒഴിച്ച ശേഷം നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്യാം. കാരണം ഫ്രഷ് ആയിട്ടുള്ള ഫേസ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ മുഖത്ത് നല്ലപോലെ ജലാംശം നിലനിർത്തി മേക്കപ്പൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കല്യാണ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ പോയി ഫ്രൂട്ട്സിൻ്റെ കടയിൽ പോയിട്ട് ഒരു പപ്പായ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് നല്ല പോലെ മുഖം മസാജ് ചെയ്യാനും മുഖം സെറ്റാക്കി എടുക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പപ്പായ കൊണ്ടിട്ട് ഒരു 30 മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വരെ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഇരിക്കും കേട്ടോ. ഒന്നാമത് നമ്മൾ കല്യാണമൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം ഫേഷ്യലുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മുടെ മുഖം കണ്ടത് അത്യാവശ്യം സെറ്റാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു പപ്പായയുടെ ഒരു മസാജ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖം അടിപൊളിയാവും. കല്യാണത്തിന് മാത്രമേ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ ഞാനീ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ പപ്പായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. ഞാനത് വെറുതെ പറയണതല്ല. ഞങ്ങളുടെ വീട്ടിൽ പപ്പായ മരം ഉണ്ടായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ പോകും.
പപ്പായ കിട്ടുമെങ്കിലും അത് ഒന്നെങ്കിലും മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാവണേന്ന് തോന്നുന്നു കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ ഉള്ളപ്പോഴല്ല ഞാൻ ഉള്ളിലേക്ക് കഴിക്കുന്നതിലും കൂടുതൽ ഞാൻ മുഖത്തും കഴുത്തിൽ തേക്കാനാണ് ഇൻട്രസ്റ്റ് കാണിക്കുക. അതിപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഏത് പച്ചക്കറി ആയിക്കോട്ടെ, ഞങ്ങളുടെ വീട്ടിൽ എന്ത് സാധനമായാലും ഞാൻ ഉള്ളിലേക്ക് കഴിക്കുന്നതിലും കൂടുതൽ എൻ്റെ പുറത്ത് മുഖവും കഴുത്തൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾ പപ്പായ മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. കഴിക്കുകയും വേണം, മുഖത്ത് തേക്കുകയും വേണം കേട്ടോ. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിനും കഴുത്തിനും അല്ല നമ്മൾ ആൾക്കാരൊക്കെ കാണേണ്ടതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് വേണം നമ്മൾ കുറച്ച് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പപ്പായൊക്കെ എടുക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുത്തതിൻ്റെയും പച്ചയുടെ കൊടുത്ത് കൂട്ടാൻ പറ്റില്ല. നമ്മൾ നല്ല കരിമ്പച്ച ഉണ്ടല്ലോ മീൻസ് കരിമ്പച്ച, ആ ഒരു പച്ച പപ്പായ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ച പപ്പായ മുഖത്ത് തേക്കുന്നത് നമ്മുടെ മുഖത്തെ രോമങ്ങൾ പോകാനായിട്ട് നല്ലതാണെന്ന് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേങ്കിൽ പലർക്കും അത് ട്രൈ ചെയ്തിട്ട് വലിയ റിസൾട്ടൊന്നും കിട്ടിക്കാണില്ല. പക്ഷേങ്കിൽ ഉള്ള കാര്യമാണ് കേട്ടത്. നമ്മുടെ പച്ച പപ്പായ ഉണ്ടല്ലോ, നല്ല കരിയും പച്ച പപ്പായ എടുത്ത ശേഷം നല്ലപോലെ, അതായത് എന്തൊക്കെ പറയാം, നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ആ പേസ്റ്റ് പരുവത്തിലുള്ള ആ ഒരു പച്ച പപ്പായയിലേക്ക് പച്ചമഞ്ഞളുണ്ടല്ലോ ഗൈസ്, നമ്മൾ മറ്റു മഞ്ഞളല്ല ഉപയോഗിക്കുന്നത്, നമ്മുടെ പച്ചമഞ്ഞൾ തന്നെ പേസ്റ്റ് പരുവത്തിൽ അരച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് തേക്കണം. നമ്മുടെ മുഖത്ത് തേക്കുമ്പോൾ 1-2 ആഴ്ച കൊണ്ടിട്ടൊന്നും നമ്മുടെ മുഖത്തെ രോമത്തിന് പ്രത്യേകിച്ച് ഒഴുകുന്നുണ്ട്. രോമം മൊത്തത്തിൽ അങ്ങോട്ട് കൊഴിഞ്ഞ് പോകുന്നല്ല കേട്ടോ ഞാൻ പറയണത്. അതായത് നമ്മുടെ രോമ വളർച്ചയുണ്ടല്ലോ, അമിതമായിട്ടുള്ള രോമ വളർച്ച കുറയാനായിട്ട് ഒന്ന് കുറഞ്ഞു കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് പെട്ടെന്ന് ഇങ്ങനെ രോമങ്ങൾ ഉണ്ടായി വരുമല്ലോ, അതൊന്ന് കുറയായിട്ട് പച്ച പപ്പായയും പച്ചമഞ്ഞളും അരച്ച് തേക്കുന്നത് നമ്മുടെ രോമ വളർച്ച ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. അതൊരു 1 മാസത്തിൽ കൂടുന്നെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ കൂടിപ്പോയി ഞാനും അത് തേച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മടുപ്പ് വരും ഏതൊരു കാര്യമായാലും. അപ്പോൾ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യാറില്ല. പക്ഷെ നിങ്ങൾ ബോയ്സ് ഒരു കാരണവശാലും പച്ച പപ്പായോ പച്ചമഞ്ഞളോ മുഖത്ത് തേക്കരുത് കേട്ടോ. അത് നമ്മുടെ രോമ വളർച്ച തടയുകയാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അത് തേക്കരുത് കേട്ടോ. നിങ്ങൾ പക്ഷേ ബോയ്സിന് നമ്മുടെ പഴുത്ത പപ്പായ തേക്കണം നല്ലതാണ്. അത് നമ്മുടെ രോമമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളിലേക്ക് പച്ച പപ്പായാണല്ലോ പഴുത്ത പപ്പായാണ് കഴിക്കണം നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പപ്പായ നമുക്ക് കഴിക്കാതിരിക്കുക കേട്ടോ. പുറത്തോട്ട് യൂസ് ചെയ്യാം, പക്ഷെ ഉള്ളിലേക്ക് കഴിക്കാതിരിക്കുക കേട്ടോ. ഞാൻ നിങ്ങളെ പഴുത്ത പപ്പായ കൊണ്ടിട്ട് എങ്ങനെയാണ് തിരിക്കുന്നത്, അതുപോലെ മസാജ് ചെയ്യണം, എന്നിട്ട് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പപ്പായ എന്നെ ചതിച്ചു. പപ്പായ പഴുത്ത പപ്പായ ഇട്ടാണെങ്കിൽ ഞാൻ വാങ്ങിച്ചാട്ടോ, പക്ഷെ കാണിച്ചു തരാട്ടോ. നല്ലൊരു ഞാൻ പഴുത്ത പപ്പായ മേടിക്കേണ്ടി വരും കേസ്. അപ്പം നിങ്ങളെന്തായാലും പഴുത്ത പപ്പായ കിടന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചോളൂ കേട്ടോ. പിന്നെ അത് ഡെയിലി മുഖത്ത് മസാജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മൾ ഒരുപാട് ക്രീമുകളുടെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകണമെങ്കിലൊക്കെ ഒരുപാട് നല്ല ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് നിങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, കാരണം പപ്പായ എന്നെ ചതിച്ചു കേസ്. അപ്പോൾ അടുത്ത വട്ടം നല്ല പഴുത്ത പപ്പായ കിട്ടുകയാണെങ്കിൽ ഞാൻ പഴുത്ത പപ്പായ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും എനിക്കിത് മുറിച്ച് ഇതിപ്പോൾ ഞാൻ കഴിച്ച് തീർക്കണം. അപ്പോൾ അത് ഒരുവിധം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ പഴുത്ത പപ്പായ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. ബൈ.